ഹായ് ഹലോ, ഐ എം നിഷ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബ്ലൗസിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ 3 ഡാട്ട് ബ്ലൗസാണ്. അതിൻ്റെ സ്ലീവ് കട്ടിങ്ങാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്ന ബിഗിനേഴ്സിനൊക്കെ വളരെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ടിങ്ങിനായിട്ട് ഞാനിവിടെ തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ടാക്കി മടക്കുക. മൊത്തം നമുക്ക് 4 മടക്ക് വേണം. 2 സ്ലീവിനും കൂടി 4 മടക്ക് വേണം. ഫോൾഡായ ഭാഗം നമ്മളുടെ നേരെ ഇടുക. അപ്പോൾ നമുക്ക് ലെങ്ത് ആവശ്യം 10 ഇഞ്ചാണ്. അപ്പോൾ ഏകദേശം ഇവിടെ തുണി പേപ്പർ 11 ഇഞ്ചുള്ളൂ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കുറച്ച് കുറവ് മാർക്ക് ചെയ്യാം. ഞാനൊരു 3/4 ഇഞ്ച് അടിയിൽ മടക്കി തയ്ക്കാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് 1.5 ഇഞ്ചാണ് വേണ്ടത്. എന്നിട്ട് കൈവണ്ണ അടയാളപ്പെടുത്താം. സ്ലീവ് ലെങ്ത്ത് നമുക്ക് 10 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 11.5, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 5.75 ആണ്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തണം. എന്നിട്ട് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് 10നോട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 10.5 ഇഞ്ച് ഇവിടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഇത് മുകളിലെ ഭാഗമാണ്. ഇവിടെ നിന്ന് കൈക്കുഴി ഡെപ്ത് അടയാളപ്പെടുത്തണം. അപ്പോൾ കൈക്കുഴി ഡെപ്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ആം പിറ്റ്. ആം പിറ്റ് നമുക്ക് 13 ഇഞ്ചും ആം ഹോള് 17 ഇഞ്ചും. ഇതിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് വേണം നമ്മൾ ഡെപ്ത് കൂടുകയും കുറയുകയും ചെയ്യാൻ. ഇതിപ്പോൾ ആം പിറ്റ് വളരെ കുറവാണ്, ആം ഹോള് കൂടുതലും ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ നമ്മളുടെ ഡിഫറൻസ് 17 മൈനസ് 13 4 ഇഞ്ച് വരും. 4 ഇഞ്ച് വരും. അപ്പം നമുക്ക് കൈക്കുഴി എടുക്കേണ്ടത് അതിനോടുകൂടി 0.25 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 4.25 ആണ് കിട്ടുന്നത്. അതാണ് നമ്മളിവിടെ കൈക്കുഴിയുടെ ഡെപ്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കൈക്കുഴിയുടെ ഡെപ്ത് എന്തിനാണ്? അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആം പിറ്റ് വളരെ കുറവാണ്. എന്നുവെച്ചാൽ ആ കൈക്കുഴിയുടെ താഴെ വരുന്ന കൈയുടെ വണ്ണമാണ് ഈ ആം പിറ്റ്. ഇത് വളരെ കുറവാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള കൈക്കുഴി വരയ്ക്കുന്നതിനെങ്കിൽ നമ്മൾ അതുമായിട്ട് ആ ആം ഹോളും നമ്മുടെ കൈവണ്ണം കൂടി ചേരാതെ വരും. ബാക്കിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് കിടക്കും. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ആം പിറ്റ് എടുക്കുക എന്നുള്ളത്. അത് നമ്മളെ ഡിഫറൻസ് നോക്കിയാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്താൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. നമ്മളിവിടെ ആം പിറ്റ് 14 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 17 മൈനസ് 14 ഡിഫറൻസ് 3 ഇഞ്ചാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3.25 നമുക്കിവിടെ കൊടുത്താൽ മതി. ഇവിടെ നിന്ന് നമുക്ക് 3.25 കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ ഡിഫറൻസ്? നമ്മൾ കൈക്കുഴി ഈ ഒരു ആംപിറ്റിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് വരുന്നത്. ചിലവരുടെ കൈക്കുഴിയുടെ ആംപിറ്റിൻ്റെ വണ്ണം വളരെ കൂടുതലായിരിക്കും. ചിലവർക്ക് ഇപ്പോൾ 15 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോക്കുക, 17 മൈനസ് 15 എത്രയാ? 2 ഇഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2നോട് കൂടി 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. 2 ഇഞ്ച് കൈക്കുഴിയുടെ ഡെപ്ത് കൊടുക്കാം. കാരണം ഇവിടുത്തെ വണ്ണത്തിൽ വ്യത്യാസം വന്നാൽ നമുക്ക് അവിടെ കയറിയില്ല, മൊത്തത്തിൽ ഷോൾഡറിൽ പ്രശ്നം വരും. അപ്പോൾ ഈ ആംപിറ്റും ഇത് നമ്മളെ ഡിഫറൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഡെപ്ത് കണക്കാക്കാൻ. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ഡെപ്ത് തന്നെ ഉണ്ട്. അത്രയും ഡെപ്ത് ഉണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴി ആ കൈ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ 4.25 അടയാളപ്പെടുത്തിയ ഭാഗത്ത് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ആംപിറ്റ് നമുക്ക് 13 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പകുതി എടുക്കാം. 13 കാരണം 2 6.5 പ്ലസ് 0.75 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 725 കിട്ടും. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് ആംപിറ്റ് അതിൻ്റെ പകുതിയോട് 0.75 നമ്മൾ ചേർക്കണം. അപ്പോൾ നമുക്ക് 7.25 കിട്ടും. അതിവിടെ മാർക്ക് ചെയ്യാം. നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ടേപ്പ് വെച്ച് നോക്കുക എത്രയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആം ഹോൾ എത്രയാണ്? 17. അതിൻ്റെ പകുതി 8.5 ഇഞ്ച് നമുക്കിവിടെ സ്ട്രെയിറ്റ് പിടിക്കുമ്പോൾ കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇത്രയും ഡെപ്ത് കൂടിയതുകൊണ്ടതിന് കുറച്ച് ലൈനും കൂടുതൽ വരും കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ കുറേ ലൈനൊക്കെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഡെപ്ത് വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യണവർക്ക് കേട്ടോ
നിങ്ങൾ തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമില്ലെന്നറിയാം. നമുക്ക് ഈ ലൈനിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. എന്നിട്ട് താഴേക്ക് ഒരു 0.4 ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ 0.4 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇത്രയും 0.4 ആഡ് ചെയ്യാം. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഭാഗത്ത് താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ചും കൂടി ആഡ് ചെയ്യാം. മാർക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യാനല്ല, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ 2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തില്ലേ, ഈ ഭാഗത്ത് നിന്ന് ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ലൈൻ വരയ്ക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന കൈക്കുഴിയോട് ചേർന്ന ഭാഗത്തെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ മുകളിലൂടെ വരച്ച് വരയില്ലേ, അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? ഇവിടെ 4 ഇഞ്ച്, ഇവിടെയും 4 ഇഞ്ച്. ഇവിടെ നമ്മൾ 0.4 ആഡ് ചെയ്യണം. 4 ഇഞ്ചിനേക്കാളും ഒരു പോയിന്റ്. ഇവിടെ നമ്മൾ 0.4 ആഡ് ചെയ്യുക. ഇവിടെ നിന്ന് 4 ഇഞ്ച്. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ലൈൻ വരച്ച് കൂട്ടിച്ചേർക്കാം. നമ്മളൊരു കർവ് സ്കെയിൽ എടുക്കാം ഉണ്ടെങ്കിൽ. എന്നിട്ട് എനിക്ക് അതിനേക്കാളും എളുപ്പം നേരെ വരക്കുന്നത് തന്നെയാണ് കേട്ടോ കർവ് സ്കെയിൽ. കാരണം ഇങ്ങനെ വരച്ച എല്ലാവർക്കും കറക്റ്റ് ചെയ്യുന്ന വരില്ല. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ മുകളിലത്തെ പോയിന്റിലേക്ക്, ഇത് നമ്മൾ ബാക്കിലെ കൈക്കുഴിയാണ് കേട്ടോ, ബാക്കിലെ കൈക്കുഴിയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ഈ പോയിന്റ് വരെ എത്തിച്ച് നമ്മൾ നേരെ ചരിച്ച് ഈ പോയിന്റ് വരെ എത്തിക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ കൈക്കുഴി ഈ ഭാഗത്തുനിന്ന് വന്ന് ഈ മുകളിലത്തെ പോയിന്റ് വരെ എത്തിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഈ സെൻറ്ററിൽ കൂടി താഴേക്ക് വന്ന് ഈ 4 ഇഞ്ചിൽ ടച്ച് ചെയ്ത് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് എത്തിക്കുക. ഇത് നമ്മുടെ മുകളിലത്തെ കൈക്കുഴി, നമ്മുടെ ഫ്രണ്ടിലത്തെ കൈക്കുഴി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ കൈക്കുഴി കൈവണ്ണവും തമ്മിൽ ലൈൻ വരയ്ക്കാം. ഇത് പിന്നെ 1.25 ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുക. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കരുത്, ഇങ്ങനെ ചരിച്ചൊരു ലൈൻ സൈഡിലേക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ അടിഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. മടക്കി തയ്ക്കുന്ന അടിഭാഗം നമ്മളിങ്ങനെ മടക്കി വയ്ക്കാം, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് കട്ട് ചെയ്യാം. സെൻറ്റർ പോയിന്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ കൈക്കൂടെ വണ്ണവും പോയിന്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്ക്കുമ്പോൾ, ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റ് ചെയ്ത ഭാഗവും നമ്മുടെ ചെസ്റ്റിൻ്റെ ആ പോയിന്റ് ചെയ്ത ഭാഗവും കറക്റ്റ് ലെവലിൽ കിട്ടണം. അതാണ് നമ്മൾ കറക്റ്റ്, അപ്പോഴേ നമുക്ക് ഇത് കറക്റ്റ് ആവുള്ളൂ നമ്മൾ ചെയ്ത കട്ടിങ്. നിവർത്തി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴിയും കുഴിച്ചു വിടാം.
ഇപ്പോൾ കൈക്കുഴി നിങ്ങൾ ഇങ്ങനത്തെ സ്കെയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കൈക്കുഴി കറക്റ്റായിട്ട് വെട്ടാനുള്ള സ്കെയിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്കെയിൽ മേടിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ കട്ടിങ് വരുന്നത്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പോൾ ഇങ്ങനത്തെ 2 പീസ് നമുക്ക് വേണം സ്ലീവിന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.